ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമുക്കറിയാം, ആഗോള മാർക്കറ്റിൽ സ്വർണ്ണ വിപണി വളരെയേറെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഗ്ലോബൽ ടെൻഷൻസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരു സേഫ് ഹെവൻ എന്ന രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് ഗോൾഡിലേക്ക് അവരുടെ നിക്ഷേപങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനു പുറമെ എല്ലാ സെൻട്രൽ ബാങ്കുകളും, ഇന്ത്യ, അതുപോലെ തന്നെ ചൈന, അങ്ങനെ പ്രധാനപ്പെട്ട സെൻട്രൽ ബാങ്കുകളൊക്കെ തന്നെ അവരുടെ റിസർവ് സ്വർണത്തിലേക്ക് കൂടുതൽ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയും പതിവിലധികം ഗോൾഡ് റിസർവാണ് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നൊരു വാർത്ത. നവംബർ 1 മുതൽ ചൈന ഷാങ്ഹായ് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സ്വർണത്തിന് 13% വാറ്റ് എക്സംഷൻ അല്ലെങ്കിൽ വാറ്റ് ഇളവ് കൊടുത്തിരുന്നത് 13% ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ ചൈനയിൽ നിന്ന് വാങ്ങുന്ന സ്വർണം ഇനി നമ്മൾ ടാക്സ് കൂടി കൊടുക്കേണ്ടി വരും. റീറ്റെയിലേഴ്സും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് നിന്ന് വാങ്ങുന്ന സ്വർണത്തിനും 13% ടാക്സ് വാറ്റ് വരുന്നു എന്നുള്ളതാണ്. ഇതുവഴി ചൈനയുടെ സ്വർണ്ണ ഡിമാൻഡ് കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചൈന ഈ അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ സ്വർണം വാങ്ങിയ സെൻട്രൽ ബാങ്കുകളിൽ, റിസർവ് ബാങ്കുകളിൽ ഒന്നായിരുന്നു ചൈനയുടേത്. സെൻട്രൽ ബാങ്കുകളിൽ ഒന്നായിരുന്നു ചൈനയുടേത്. അതുപ്രകാരം ഏകദേശം 1000-ലധികം ടൺ സ്വർണ്ണമാണ് ഒരു വർഷം അവിടെ ഉപയോഗത്തിനായിട്ട് വെക്കുന്നത്. അപ്പോൾ 13% വർധനവ് ഒരു രാത്രി കൊണ്ട് വരിക എന്ന് പറയുന്ന സമയത്ത് ഡിമാൻഡ് വളരെയേറെ കുറയാൻ സാധ്യതയുണ്ട്. ഇത് ഗ്ലോബൽ മാർക്കറ്റിനെയും ഇഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ വിപണിയാണ്, അതുപോലെ തന്നെ സ്വർണത്തിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സ്ഥലമാണ് ചൈന. അവിടെ ഈ ടാക്സ് വരുന്നതോടുകൂടി ഉപഭോക്താക്കൾ വാങ്ങാൻ ചിലപ്പോൾ മടിക്കാൻ സാധ്യതയുണ്ട്. 13% വർധനവ് ഒറ്റയടിക്ക് വരുന്നു എന്നുള്ളതാണ്. സോ ഇത് പ്രകാരം സ്വർണത്തിൻ്റെ ഡിമാൻഡ് ഈ ചൈനയിൽ കുറക്കുക എന്നുള്ളത് കൂടിയായിരിക്കാം ഉദ്ദേശം. അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതുവരെ ഗോൾഡ് മാർക്കറ്റിൽ ഇതിൻ്റെ ഒരു വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രഷർ വന്നു തുടങ്ങിയിട്ടില്ല. ഇനി തിങ്കളാഴ്ച ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് വളരെ പ്രാധാന്യമുള്ളതായിരിക്കും. ഈ ടാക്സ് ചൈനയുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ചൈനയുടെ ഫിനാൻസ് മിനിസ്ട്രി ഈ സ്വർണത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന 13% വാറ്റ് ടാക്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സിൽ തന്നെ മാറ്റമുണ്ടാക്കാവുന്ന ഒരു തീരുമാനമാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഗോൾഡിൻ്റെ എക്സ്ചേഞ്ച് റേറ്റുകളിലും അതുപോലെ തന്നെ ഗോൾഡ് ETF-കളിലും ഒക്കെ തന്നെ മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് ഇതുപോലെ തന്നെയായിരുന്നു ഈ അടുത്തായിട്ട് അവരുടെ ചൈനീസ് റെയർ എർത്ത് മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ അവരെടുക്കുകയുണ്ടായി. ഒരു വർഷത്തേക്ക് റെയർ എർത്ത് മെറ്റൽസ് ഇനി എക്സ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് വളരെയേറെ പ്രഷറുകൾ ഇൻ്റർനാഷണൽ ലെവലുകളിൽ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവസാനമായിട്ട് നടത്തിയിരിക്കുന്ന US പ്രസിഡൻറ്റുമായിട്ട് നടത്തിയിരിക്കുന്ന ഡീലിലാണ് അതിൽ